റെഡ് ബുൾ നെല്ല് വിളഞ്ഞു കിടക്കുന്നുണ്ടോ? എത്ര മനോഹരമായ ദൃശ്യം നോക്കി, എന്ത് രസമുണ്ട് കാണാനായിട്ട്. നല്ല മഞ്ഞ നിറത്തിൽ എല്ലാം വിളയാ. ഹായ് എവരി വൺ, അജീസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുറത്തേക്കൊന്ന് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് ആങ്ങളയുടെ മക്കളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ യാത്ര. നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാവർക്കും സാധിക്കും. നമ്മൾ വള്ളത്തിൽ പോവാണ്. ഇവന്മാരുമായിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുകയാണ്. കുറച്ച് ദിവസമായില്ലേ, ഇവന്മാരൊന്ന് വെളിയിലോട്ട് പോയിട്ട് കുറച്ച് ദിവസമായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഒരു ചെറിയൊരു യാത്ര. ഇവന്മാരെ കാണുമ്പോൾ ഹായ് പറ. Bye. Hi. 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 കായലാണിത് കേട്ടോ. നമ്മൾ പാട്ടുകളിലൊക്കെ കാണത്തില്ലേ പുന്നവട കായൽ, ആ കായലിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിതേ അപ്പുറത്ത് കടത്ത് കയറാൻ പോവുകയാണേ.
ചേട്ടാ ഒരു ഹായ് പറ. ഒരു കൈ കാണിച്ചേ. ചെറിയ വള്ളങ്ങളൊക്കെ പോകുന്നുണ്ട്. ഒരു വള്ളത്തില് മീനാണ്. ഇവിടെ ഉള്ളവരൊക്കെ മീൻ വാങ്ങിക്കുന്ന ഇങ്ങനെയുള്ള കൊച്ചു വള്ളങ്ങൾ ചെറിയ എങ്കി വള്ളത്തിൽ പോയി എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. എങ്ങനെയുണ്ട് കൊള്ളാം. ആശ എങ്ങനെ ഉണ്ടായിരുന്നു വെള്ളത്തിൽ പോയത്? അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? ആ അമ്മ പിന്നെ ഞാനിവിടെയൊക്കെ വന്നിട്ടുണ്ട്. മാമി എങ്ങനെ ഉണ്ടായിരുന്നു വെള്ളത്തിൽ പോയത്? കുട്ടനാടാണ് ആലപ്പുഴയുടെ, നമ്മുടെ ആലപ്പുഴ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നായ കുട്ടനാട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എൻ്റെ നാടും കുട്ടനാടാണ്. നെല്ല് വിളഞ്ഞു കിടക്കുന്നുണ്ടോ? എത്ര മനോഹരമായ ദൃശ്യം നോക്കി. എന്ത് രസമുണ്ട് കാണാനായിട്ട്. നല്ല മഞ്ഞ നിറത്തിൽ എല്ലാം വിളയാറായി, അത് കൊയ്യാറായിട്ടുണ്ട് നെല്ലൊക്കെ. പുന്നമടയുടെ ഭംഗിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നെല്ലൊക്കെ ഇവിടെ വിളഞ്ഞു കിടക്കുക കേട്ടോ. നല്ല മഞ്ഞ നിറത്തിൽ കിടക്കുന്ന കണ്ടോ. എല്ലാം വിളയാറായിട്ടുണ്ട്. ഉടനെ തന്നെ കൊയ്ത്ത് യന്ത്രമൊക്കെ അങ്ങോട്ട് മാറി കിടപ്പുണ്ട്. ഉടനെ തന്നെ നെല്ല് കൊയ്യുമെന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. മൂത്ത നാത്തൂൻ അദീബ, ആരുഷിൻ്റെ ആരോഹിൻ്റെ അമ്മ. അതുപോലെ തന്നെ എനിക്കൊരു ആങ്ങളുണ്ട്. അവൻ തിരുവനന്തപുരത്ത്. അവനുണ്ടായിരുന്നു ഇപ്പം ഞങ്ങളെ ഇവിടെ ഹൗസ് ബോട്ടിലൊക്കെ കൊണ്ടുപോയേനെ. അവൻ തിരുവനന്തപുരത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അവൻ ഇടയ്ക്ക് വരാറുണ്ട്. ഇനി അവനുമായിട്ട് ഹൗസ് ബോട്ടിൽ ഒരു ദിവസം പോകണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ്റെ ഭാര്യ ഭാവന, അവർ കൂടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം ഹൗസ് ബോട്ടിൽ ഒന്ന് അടിച്ചു പൊളിക്കണം. അതേ ആരുഷൊരു നെൽക്കതിര് പറിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവൻ്റെ അതും പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്താ ഒരു നെൽക്കതിര്, കുറേ നാളുകൾക്ക് ശേഷമാണ് നെൽക്കതിര് കാണുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. വിളയാറായ നെൽക്കതിരുകളാണ്. അല്ലല്ല, സ്റ്റാർട്ടിങ് അവിടെ നമ്മുടെ എവിടുന്ന്? നമ്മുടെ പിന്നെ ഇവിടുന്ന് കുറച്ച് തെക്കോട്ട് പോകണം. കുറച്ച് തെക്കോട്ട് പോകണം. ഹൗസ് ബോട്ടൊക്കെ പഴയതുപോലെ ആയില്ല, എന്നാലും കുറേയൊക്കെ ഓടുന്നുണ്ട്. അങ്ങേറ്റം കാണത്തില്ല. അത് നല്ല വലിയ കായൽ. ആ കായലിന് പേരുണ്ടോ? എന്നെ എവിടെ കൊണ്ടുപോകണം? വേമ്പനാട്ട് കായൽ. എന്നെ ഈ കൊച്ചു എവിടെ കൊണ്ടുപോകും? അത് ഞങ്ങളൊന്ന് ചുമ്മാ ഒന്ന് ഒരു വ്ളോഗ് എടുക്കുവേട്ടാ. അന്നേരം പിന്നെ നമ്മുടെ കുട്ടനാടിന്റെ ഭംഗിയൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഇത് കണ്ടില്ല, ഇതല്ലേ ഭംഗി. അതെ, ഞാൻ പറയാം എത്ര മനോഹരമായ ദൃശ്യം നോക്കിയേ. ഞങ്ങൾ അന്നേരം ഒരു കതിര് വിളയാറായിട്ടുണ്ടല്ലേ. നിങ്ങളാണോ? ഞാൻ പറയാറ് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയന്റെ കൊയ്യാറായിട്ടുണ്ടല്ലേ. 28-ാം തീയതി വണ്ടി ഇറങ്ങും. അത് നമ്മുടെ അനിയൻ്റെ. ഇപ്പൊ എല്ലാം കൊയ്ത്ത് മിഷൻ അല്ലേ. മിഷൻ. കൊയ്ത്ത് മിഷൻ ചേട്ടൻ പറഞ്ഞു കേട്ടോ. ഐഡി സാന്ദ്ര ഇപ്പൊ ഇതെല്ലാം എന്തോ എവിടാ അത്? അത് നമ്മൾ അങ്ങോട്ട് നടക്കണം അല്ലേ? ആളുണ്ട്. അല്ല, നമ്മൾ അന്നേരം ഇവിടുന്ന് അങ്ങോട്ട് ചെന്നിട്ട് കുറച്ചങ്ങോട്ട് പോയാലല്ലേ? അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു മതിൽ കെട്ടി കമ്പി വേരിയുണ്ട് ഇതുപോലെ. ഈ വഴിയെ നേരെ നടന്നാൽ മതി അങ്ങോട്ട്. അങ്ങോട്ട് ചെന്നാൽ വേമ്പനാട്ട് എന്തോ അതിന്റെ അറമ്പിക്കൂടി തന്നെ അങ്ങോട്ട് നടന്നാൽ മതി. ഏതായാലും ഞങ്ങൾ അവിടെ വന്നാ. ആ കായൽ നല്ല ഭംഗിയല്ലേ. പിന്നെ നേരെ വിട്ടു. ഞങ്ങൾ വേമ്പനാട്ട് കായൽ കാണാനായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ വേമ്പനാട്ട് കായൽ കാണാം. അതുകൂടാതെ സായി സ്പോർട്സ് സെൻറ്റർ കൂടെ കാണാം. അത് കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇതാണ് സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ.
ഇതൊക്കെ ആദ്യമാ കാണുന്നത് തോന്നുന്നു. പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷം. അവരും ഇതൊക്കെ കണ്ടു അറിഞ്ഞും വളരട്ടെ, പ്രകൃതിയോട് ഇണങ്ങി വളരട്ടെ പിള്ളേര്. പേടിയാണെന്നും പറഞ്ഞ് നമ്മൾ വെച്ചോണ്ടിരിക്കണം. നമ്മുടെ ശ്രദ്ധ അവരുടെ കൂടെ വേണമെങ്കിൽ പോലും അവർക്ക് ഇതൊക്കെ എന്ത് സന്തോഷമായെന്ന്. എടാ അങ്ങനൊന്നും പേടിക്കത്തില്ലടാ, ഞാൻ ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ മാസ്ക് മാറ്റടാ. ബോട്ട് സർവീസ് ഒക്കെ കുറവാന്ന് തോന്നിപ്പോ, അങ്ങനെ കാണുന്നില്ല. പറയുന്നോടാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലല്ലോ അങ്ങനെ. എനിക്കിഷ്ടപ്പെട്ടു ഈ സ്ഥലം. നല്ല രസമുണ്ടല്ലേ? ഇവിടെ തൊട്ടടുത്തൊരു മീൻ വളർത്ത് കുളം ഉണ്ടെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോവുകയാണ്. വാ നമുക്ക് അങ്ങോട്ട് പോകാം. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതേ ജങ്കാറാന്ന് തോന്നുന്നു ഇവിടെ കിടക്കുന്ന എന്താ ജങ്കാറാണ്. അതേ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഈ കാറുകളും അങ്ങനെയുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ ഇതിലാണ് അപ്പുറത്തോട്ട് കിടക്കുന്നത്. അത് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. അതേ ഇവരൊക്കെ അത് നോക്കി നിൽക്കുക പിള്ളേരൊക്കെ. അവർക്കതൊരു പുതിയ കാഴ്ചയാണ്. ഇവന്മാരൊക്കെ ടയേർഡായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ എനർജി ഇപ്പോഴും പോയിട്ടില്ല കേട്ടാ. കൂടെ വന്നവരെല്ലാരും ക്ഷീണിച്ചിരിക്കുന്നു. പക്ഷെ എൻ്റെ എനർജി പോയിട്ടില്ല. ഞങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ മീൻകുളത്തിലേക്ക് നടന്നുകൊണ്ടിരുന്ന വഴി ഒരു പട്ടി വന്ന്. അന്നേരം ഞങ്ങളൊന്ന് പേടിച്ചു, പിള്ളേരൊക്കെ ഉള്ളതല്ലേ. അന്നേരം ആ വഴി വന്നൊരു ചേട്ടൻ പറഞ്ഞത് കടിക്കത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മീൻകുളത്തിലേക്ക് പോയി. ആ പട്ടിയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയ കറക്റ്റ് സമയത്ത് തന്നെ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. പക്ഷേ ആ കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. അവർ ഓർഡർ അനുസരിച്ച് ആർക്കോ മീൻ പിടിച്ചു കൊടുക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. മീനെല്ലാം നല്ല പിടയ്ക്ക് നേടുന്നു. പിന്നെന്തൊക്കെയാ സിലോപ്പിയ, ഗ്രാസ്, ഗ്രാസോ? കട്ടള പോലെ, കട്ടള എന്ന് പറയത്തില്ലേ? ആ കട്ടള. ഗ്രാസ് എന്ന് പറയും. ആ കിടക്കുന്ന ഗ്രാസാ. ഗ്രാസ്. മീൻ്റെ പേര് ഗ്രാസും പിന്നെന്താണ് തിലോപ്പിയ. അതാ ചാക്കൊണ്ട് നോക്കും. അതിനെ പിടിച്ചു വിടുന്നു. അത് വേണ്ട, എടുത്തവർക്ക് വേണ്ടത് വേണ്ടെന്നാ ഒക്കെ വലുതായതുകൊണ്ട് വേണ്ട. തിലോപ്പിയ മതി. കച്ചവടക്കാർക്ക് കൊടുക്കാനാണ്. ഇതൊക്കെ ആണെങ്കിൽ വലിയ മറ്റേത് കാര്യമാന്ന് തോന്നല്ലേ. ഒരെണ്ണം പൊളയുന്നുണ്ട്. ഇത് വരാലോ. ഇത് മറ്റേ ഭാഗം വരാലല്ലേ. അതൊക്കെ അറിയാമില്ല. ഞാൻ ഈ കുട്ടനാട്ടുകാർ തന്നെ. കുട്ടനാട്ടുകാർ എന്ന് പറയാൻ തോട്ടാത്തോട് എത്തിച്ചുകൊണ്ട് ഇച്ചിരി അങ്ങോട്ട് ദൂരെ പോകുന്നത്. എനിക്ക് വാടക ഒന്നും ഇവിടെ വളർത്തുന്ന മീനുകളെന്ന് പറഞ്ഞാൽ റെഡ് ബുള്ളി, സിലോപ്പിയ, കട്ല, പിന്നെ വാള, പിന്നെ വരാല എന്നുള്ള മീനുണ്ട്. ഇവിടെ ഓർഡർ അനുസരിച്ച് ഇവർ മീൻ കൊടുക്കും. ഇപ്പോൾ ഇവർ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഇവർക്ക് സിലോപ്പിയയ്ക്കാണ്. അന്നേരം അതിനെ മാത്രം പിടിച്ചെടുത്തേച്ച് ബാക്കിയുള്ള വലിയ മീനൊക്കെ അവർ തിരിച്ച് കുളത്തിലേക്കാണ് ഇടുന്നത്. ആവശ്യത്തിനനുസരിച്ച് ലൈവായിട്ടാണ് അവർ കൊടുക്കുന്നത്. ഓർഡർ അനുസരിച്ച് അപ്പോൾ ഉള്ള മീൻ പിടിച്ചു കൊടുക്കും. ബാക്കിയുള്ളത് വെള്ളത്തിലേക്ക് ഇടും. ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഇട്ട് വളർത്തുന്നു. എല്ലാം കുഞ്ഞുങ്ങളാണ്. അഭിലാഷ വളർത്തുന്നല്ലേ. അഭിലാഷ അവിടെ അവിടെ 2-3 പേര് മീൻ്റെതും ഒരു 10-30 കിലോ ഗ്രാസ് കിടപ്പുണ്ട്. ഇനി മീനിന് വന്നെന്ന ഇതിലേക്ക് ഇനി കോരണം.
ആദ്യം ഒരു ടൊന്നും കിട്ടിയില്ല. ഒരു 3 കിലോ ആണല്ലോ. ആ ആദ്യം മീൻ കുഞ്ഞുങ്ങളെ ആ ഇടാൻ വേണ്ടിയിട്ട് ചാണകം ഇടുക. ആ ചാണകം ഇട്ട് കഴിഞ്ഞ് പിന്നെ കുമ്മായം ഇടുക. ആ കുമ്മായം ഇട്ട് കഴിഞ്ഞതിന് ശേഷം യൂറിയ ഇടും. ആ യൂറിയ ഇടുന്നത് വെള്ളം പച്ചപ്പാകം. ആ പച്ച നിറം അല്ലേ? ആ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ അതിനകത്തോട്ട് ഇട്ടേക്കുക. ഇട്ട് കഴിഞ്ഞതിന് ശേഷം 15 ദിവസം കഴിയുമ്പോൾ പിന്നെയും ചാണകനും എല്ലാം ഇട്ട് കൊടുക്കും. ഒന്നുകൂടി ഇട്ട് കൊടുക്കും. ആ പച്ചപ്പ് തീരുന്നതിന് അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് ക്ലിയർ ആകില്ല. ക്ലിയർ ആകത്തില്ല. എന്തെങ്കിലും റിമാർക്ക് വന്നു പോയാൽ ഇവിടുത്തെ നോട്ടക്കാരന് പോകണം. ആ ചേട്ടനാണ് ഇതിന്റെ മെയിൻ ആള്. ആ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് എത്ര മാസം 6 മാസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യും. കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യാൻ തുടങ്ങും. കുളത്തിലേക്ക്, വലിയ കുളത്തിലേക്ക്. വലിയ കുളത്തിൽ വേറെ അപ്പുറത്തെ കുളത്തിലേക്ക് അത് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ അങ്ങോട്ട് ഇടും അല്ലേ? അതിനകത്ത് വെള്ളം കയറ്റി നിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ ഞങ്ങളെല്ലാം അതിനകത്തോട്ട് ഇടും. ആ ഇട്ട് കഴിഞ്ഞ് വെള്ളം ക്ലിയർ ആയി വരുമ്പോൾ മീൻ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് അങ്ങോട്ട് ഇടും. അങ്ങനെ എല്ലാം ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ടയേർഡായി. ഞങ്ങളുടെ ഈ കൊച്ചു പുന്നമട യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.